നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത സംഭവം. പ്രധാന പ്രതി പിടിയിൽ. കോതമംഗലം സ്വദേശി ബേബി വർക്കിയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. പള്ളിക്കിലാറിൽ ജലനിരപ്പ് ഉയർന്നു. കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ ആനയടി സ്റ്റേഷനിൽ യെല്ലോ അലർട്ട്. കൊല്ലം മേയർ ഹണി ബെഞ്ചമിനെതിരെ വധഭീഷണി മുഴക്കിയ സംഭവം. ഒരാൾ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ്. ആലപ്പാട് സ്രായിക്കാടിന് സമീപം ആശങ്ക പരത്തി ബാരൽ അടിച്ചു. കടലിൽ കത്തിയ കപ്പലിന്റേതെന്ന് സംശയം. ബാരൽ കൊല്ലം തുറമുഖത്തേക്ക് മാറ്റി. വിശദമായ വാർത്തകളിലേക്ക്. ലണ്ടനിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത സംഭവം. പ്രധാന പ്രതി പിടിയിൽ. കോതമംഗലം സ്വദേശി ബേബി വർക്കിയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. ലണ്ടനിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തതിൽ പ്രധാനിയെ അഞ്ചൽ പോലീസ് പിടികൂടി. കോതമംഗലം സ്വദേശി ബേബി വർക്കിയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. ഈ കേസിൽ 2 പേരെ മുൻപ് അഞ്ചൽ പോലീസ് പിടികൂടിയിരുന്നു. ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെ നഴ്സിംഗ് ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആളുകളിൽ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ വർക്കി. UK കൊണ്ടുവന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ 14 ലക്ഷം രൂപ വീതം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ മോളുണ്ട്. എൻ്റെ മോളുടെ നിന്നും 14 ലക്ഷം രൂപ വാങ്ങിച്ചു. എന്നിട്ട് ഇവർ ഒരു ഫേക്കായിട്ടുള്ള CS പേപ്പർ വന്നിട്ട് നേരെ ഡൽഹിക്ക് അവിടുന്ന് ഉടനെ 4 ദിവസത്തിനകത്ത് പറഞ്ഞ് അതിന് ഡൽഹി വരെ ആണെന്ന്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അപ്പോൾ അതവിടെ ഫേക്കാതെ മനസ്സിലായി. അങ്ങനെ ഒരാഴ്ച അവിടെ ഇത് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് അവൻ എൻ്റെ എന്ന് പറഞ്ഞവൻ അവിടെയും. പിന്നെ അതേണക്ക് തന്നെ ഇത് ഈ പേപ്പറൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ അവിടെ കോതമംഗലത്ത് മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ നിർത്തി ഭയങ്കര ഫംഗ്ഷനൊക്കെ നടത്തിയാണ് ഈ പേപ്പറും കാര്യങ്ങളും. അപ്പോൾ അത്രയ്ക്കൊരു വിശ്വാസത വന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പൈസ കൊടുക്കാൻ തന്നെ കാര്യം. അതായത് 14 ലക്ഷം രൂപ. അങ്ങനെ ഞങ്ങൾ ഈ പിള്ളേരെ കൂട്ടത്തിൽ 5 പേരായിരുന്നു. ഈ 5 പേരുടെ കയ്യിൽ നിന്ന് 14 ലക്ഷം രൂപ 70 ലക്ഷം രൂപ 5 പേരുടെ കയ്യിൽ നിന്ന് മാത്രമാണ്. 25 ലക്ഷം രൂപയിൽ പരമാണ് ഓരോ ആളുകളിൽ നിന്നും ഇവർ കൈക്കലാക്കിയിരിക്കുന്നത്. പിടിയിലായ ബേബി വർക്കിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 3.5 കോടിയിലധികം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ചൽ സ്വദേശികളിൽ നിന്നും ഇവർ 27 ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് സമീപമാണ് മാലിന്യ നിക്ഷേപം ഏറെയും. മയ്യനാട് പഞ്ചായത്തിലെ മുക്കം തീരദേശ റോഡിലാണ് ഈ വിചിത്ര പ്രതിഭാസം. നേരത്തെ താന്നി തീരത്ത് മാലിന്യം തള്ളൽ കൂടിയപ്പോൾ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പരവൂർ കൊല്ലം തീരദേശപാതയിൽ താന്നി തീരത്തിന് സമീപം ക്യാമറ സ്ഥാപിച്ചിരുന്നു. എന്നാൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും മോഷണം പോയി. 2 വർഷം മുമ്പ് പ്രദേശത്ത് മാലിന്യം തള്ളൽ തടയാൻ പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറയാണ് മോഷണം പോയത്. പിന്നീട് മാസങ്ങളായി ക്യാമറയില്ലാതെ ഇത് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് തൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആരാണ് ഇവ മോഷ്ടിച്ചതെന്ന വിവരം പഞ്ചായത്തിനോ നിയമപാലകർക്കോ ലഭിച്ചില്ല. അടുത്തിടെയാണ് വീണ്ടും ക്യാമറ സ്ഥാപിച്ചത്. എന്നാൽ ഇതിന്റെ ചുവട്ടിലാണിപ്പോൾ മാലിന്യ നിക്ഷേപം ഉണ്ടായിരിക്കുന്നത്. 4 ക്യാമറ ഉണ്ട്. 4 ക്യാമറ അടിച്ചിട്ട് പോയി. അടിച്ചിട്ട് പോയി. 3 ക്യാമറ കൊണ്ടുവന്ന് വീണ്ടും സെറ്റ് ചെയ്തു. ഇരിക്കാനാണ് കൊണ്ടുവച്ചാൽ ഒരു ഫലവും ഇല്ല. ക്യാമറ മാലിന്യം കൊണ്ട് നിറയാണ്. അതിന്റെ വീട്ടിൽ തന്നെ തട്ടയാണ്. ഒരു ഫലവുമില്ല. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതാണ് മാലിന്യം തള്ളുന്നത് വർദ്ധിക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. പുനലൂർ DYSP പ്രദീപ് സല്യൂട്ട് സ്വീകരിച്ചു.
അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. പുനലൂർ DYSP പ്രദീപ് പാസിംഗ് ഔട്ട് പരേഡിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. അഞ്ചൽ CI G ഹരീഷ്, SA പ്രജീഷ് കുമാർ, SA വിജയകുമാർ, സ്കൂൾ പ്രഥമാധ്യാപിക കലാദേവി, സുരേഷ്, ലിജു ജമാൽ എന്നിവർ പാസിംഗ് ഔട്ട് പരേഡിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി K പിള്ളയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഇങ്ങനെ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങിയതോ എന്തെങ്കിലും ആവാം, നമുക്കറിയത്തില്ലല്ലോ. ഞാനിപ്പോൾ വഴി വെച്ച് അറിഞ്ഞിട്ടാണ് വരുന്നത്. അല്ല, അദ്ദേഹത്തിന് പക്ഷേ ഇത് അറിയായിരുന്നു ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ? നമുക്കറിയത്തില്ലല്ലോ. ഇപ്പോൾ ആ റൗണ്ട് വെച്ചേക്കുന്നില്ലയോ അങ്ങനെ, അത് പന്നി വല്ലതും കയറി കുരുങ്ങോലോ എന്തെങ്കിലും അതിന് വെച്ചേക്കോനോ ഇങ്ങനെ കെട്ടി വെച്ചേക്കും. എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ. താമരക്കുളം പച്ചക്കാട് കിഴക്കേമുറി പുത്തൻചന്ത പ്രസന്ന ഭവനത്തിൽ ശിവൻകുട്ടി K പിള്ളയാണ് മരിച്ചത്. പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് രാവിലെ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആദ്യം ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം കെണിയിൽ അകപ്പെട്ട് തന്നെയാണോ മരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചത്. താമരക്കുളം നൂർനാട് പ്രദേശങ്ങളിൽ പന്നിശല്യം മുൻപും വ്യാപകമായിരുന്നു. അതിനാൽ തന്നെ ഇവിടെ പന്നിയുടെ ശല്യം ഒഴിവാക്കുവാൻ കെണി വെക്കുന്നതും പതിവാണ്. മൃതദേഹം നൂർനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നൂർനാട് SHO ശ്രീകുമാറിന്റെയും സബ് ഇൻസ്പെക്ടർ മിഥുന്റെയും നേതൃത്വത്തിലാണ് മേൽനടപടികൾ പൂർത്തീകരിച്ചത്. ഇയാളുടെ ഭാര്യ ശോഭ പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായതോടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കൃഷി ഉപജീവനമാർഗമാക്കുകയായിരുന്നു. ഭാര്യ അസുഖം രോഗബാധിതരായതിനു ശേഷം പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് കൃഷിപ്പണിയും മറ്റു കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷകനായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ആലപ്പാട് സ്രായിക്കാടിന് സമീപം ആശങ്ക പരത്തി കടലിൽ ബാരൽ കണ്ടെത്തി. ഞായറാഴ്ച ഉച്ചയോടെയാണ് കടൽ തീരത്തിനോട് ചേർന്ന് ബാരൽ കണ്ടെത്തിയത്. നേരത്തെ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കരാറെടുത്തിട്ടുള്ള കമ്പനിയുടെ ജീവനക്കാർ കടൽ തീരത്ത് നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ബാരൽ കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് കടലിൽ വീണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനായി കരാർ ഏറ്റെടുത്ത കമ്പനി നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ബാരൽ കണ്ടെത്തിയത്. കടൽ ഭിത്തിയിലെ പാറയിൽ കുടുങ്ങിയ നിലയിലുള്ള ബാരൽ ശൂന്യമാണ്. ബാരലിന് പുറത്ത് ടർബൈൻ ഓയിൽ എന്ന സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയും പോലീസും സ്ഥലത്തെത്തി ആളുകൾ അടുത്തേക്ക് പോകാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചു. അറബിക്കടലിൽ കത്തിയ MV വാൻഹായ് 503 എന്ന കപ്പലിൽ നിന്നുള്ള വീപ്പയാണോ എന്നാണ് സംശയം. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. വീപ്പയുടെ കുറച്ചു ഭാഗത്ത് തീപിടിച്ച പാടുകളുണ്ട്. ഇതാണ് തീപിടിച്ച കപ്പലിൽ നിന്നുള്ളതാണോ എന്ന് സംശയിക്കാൻ കാരണം. മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള സംഘവും വൈകിട്ട് തന്നെ സ്ഥലത്തെത്തി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം രാത്രി തന്നെ ബാരൽ കൊല്ലം തുറമുഖത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം മേയർ ഹണി ബെഞ്ചമിനെതിരെ വധഭീഷണി മുഴക്കിയ ആൾ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം മേയർ ഹണി ബെഞ്ചമിനെതിരെ വധഭീഷണി മുഴക്കിയ ആൾ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ നേരത്തെ മേയറുടെ വീടിന് സമീപത്ത് താമസിച്ചിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. പിടിയിലായ അനിൽകുമാറിന്റെ പേരിൽ പല സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം അനിൽകുമാർ മേയറുടെ വീടിന് സമീപത്ത് കത്തിയുമായി നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതുകൂടാതെ മേയറുടെ വീടിന്റെ പരിസരത്തും ഓഫീസിലുമായി തൊപ്പി ധരിച്ച യുവാവ് എത്തുകയും മേയറെക്കുറിച്ച് തിരക്കാറുണ്ടായിരുന്നുവെന്നും ഇതിൽ സംശയം തോന്നിയ നാട്ടുകാർ തന്നെയാണ് ഈ വിവരം മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സംഭവത്തിൽ മേയർ കമ്മീഷണർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തോരാമഴയിലും പോരാട്ടവീര്യം ചോർന്നില്ല. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് സമാപനം. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെ 460 കരകളിൽ നിന്നെത്തിയ 3000-ഓളം യോദ്ധാക്കൾ പടനിലത്ത് ഏറ്റുമുട്ടി. ഓച്ചിറക്കളിയോടനുബന്ധിച്ചുള്ള കാളച്ചന്തയും കന്നുകാലി കാർഷിക പ്രദർശനവും 17 മുതൽ 19 വരെ പടനിലത്ത് നടക്കും. തോരാമഴയിലും ചോരാതെ പോരാട്ടവീര്യം. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് സമാപനമായി. 2 ദിവസങ്ങളിലായാണ് ഓച്ചിറക്കളി നടന്നത്.
52 കരകളിൽ നിന്ന് 400-ലധികം കളിസംഘങ്ങളാണ് ഓച്ചിറക്കളിയിൽ പങ്കെടുത്തത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തോടെ പരബ്രഹ്മത്തെ ധ്യാനിച്ച് തന്റെ കളരിയിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും ആയോധന മുറകൾ അഭ്യസിപ്പിച്ച് പടയ്ക്ക് പ്രാപ്തരാക്കിയാണ് ആശാന്മാർ ഓച്ചിറക്കളിക്കെത്തുന്നത്. ആചാരപ്രകാരമുള്ള അംഗവസ്ത്രങ്ങളും കഴുത്തിൽ വലിയ ഹാരവും അണിഞ്ഞ് മൂർച്ചയുള്ള വാളും പരിചയമേന്തിയുമാണ് ആശാന്മാർ എത്തുന്നത്. 11 മണിയോടെ രണ്ടാം ദിവസത്തെ ഓച്ചിറക്കളിക്ക് തുടക്കമായി. 52 കരകളിലെ 460 കളരികളിൽ നിന്നെത്തിയ 3000-ഓളം യോദ്ധാക്കളാണ് പടനിലത്ത് ഏറ്റുമുട്ടിയത്. പടനിലം യോദ്ധാക്കളെയും ഭക്തരെയും കൊണ്ട് നിറഞ്ഞിരുന്നു. കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക വേഷവിധാനങ്ങളോടെ തലപ്പാവ് ധരിച്ച യോദ്ധാക്കൾ ചെറുസംഘങ്ങളായി പടനിലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണിനിരന്നു. ശംഖുനാദം മുഴങ്ങിയതോടെ പടത്തലവന്മാരുടെ നേതൃത്വത്തിൽ യോദ്ധാക്കൾ ക്ഷേത്രഭരണസമിതി ഓഫീസിന് മുന്നിൽ ഒത്തുകൂടി. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ പടത്തലവന്മാരായ ശിവരാമനാശാൻ, നാഗരാജനാശാൻ എന്നിവർക്ക് ധ്വജം കൈമാറിയതോടെയാണ് ഘോഷയാത്രയും ആരംഭിച്ചത്. കരനാഥന്മാർ എട്ടുകണ്ടത്തിലിറങ്ങി കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തു. ഇതോടെ ഇരുകരകളിലുമായി നിലയുറപ്പിച്ച യോദ്ധാക്കൾ രണഭേരി മുഴക്കി എട്ടുകണ്ടത്തിലിറങ്ങി പോരാട്ടം തുടങ്ങി. പടയാളികൾ കൈമൈ മറന്ന് പോരാടി. കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ ഓച്ചിറക്കളികളിൽ പങ്കാളികളായി. തുടർന്ന് തകിടിക്കണ്ടത്തിലും കുറച്ചുനേരം പോരാട്ടം നടത്തി. ശേഷം യോദ്ധാക്കൾ പരബ്രഹ്മത്തെ വണങ്ങി ക്ഷേത്രകുളത്തിൽ സ്നാനം ചെയ്ത് അടുത്ത വർഷം വീണ്ടും കാണാമെന്ന ഉറപ്പിനാണ് കളരികളിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പള്ളിക്കിലാറിലെ ജലനിരപ്പ് ഉയർന്നു. കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ ആനേടി സ്റ്റേഷനിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. നദികളിലിറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്നാണ് ജാഗ്രതാ നിർദ്ദേശം. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ പള്ളിക്കിലാറിന്റെ സമീപ പ്രദേശങ്ങളായ കരുനാഗപ്പള്ളി താലൂക്കിലെ തഴവ, തൊടിയൂർ പഞ്ചായത്തുകളിലും കുന്നത്തൂർ താലൂക്കിലെ ശൂരനാട് വടക്ക്, തെക്ക് പഞ്ചായത്തുകളിലും പ്രളയം ദുരിതം വിതച്ചിരുന്നു. പള്ളിക്കിലാർ കരകവിഞ്ഞൊഴുകി വീടുകൾക്കും കൃഷികൾക്കും നാശം സംഭവിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധികൃതർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അറിയിച്ചു. ഈ പള്ളിക്കിലാർ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യത വളരെയേറെ ഉള്ളതിനാൽ പള്ളിക്കിലാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. പള്ളിക്കിലാറിൽ മീൻ പിടിക്കാനോ അതുപോലെ അത് മുറിച്ചു കടക്കാനോ അതിൽ കുളിക്കാനോ ഒന്നും ആളുകൾ ശ്രമിക്കരുത്. അതുപോലെ തീരപ്രദേശത്തുള്ളവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി കാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പള്ളിക്കലാറ് കരകവിഞ്ഞൊഴുകി ഒരുപാട് നാശനഷ്ടങ്ങളാണ് നമുക്ക് ഈ 4 പഞ്ചായത്തുകളിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ തടയണയില്ലാത്ത കാരണം അത്രയധികം നാശനഷ്ടമുണ്ട്. പക്ഷേ ഈ കാലവർഷം ഇനിയും തുടരാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മഞ്ഞ അലർട്ട് ഈ പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം. എല്ലാ സ്ഥലവാസികളും ഈ 4 പഞ്ചായത്തിലെ ജനങ്ങൾ, പരിസരവാസികൾ, ആറിന് സമീപം താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലത്ത് റെയിൽവേ ട്രാക്കിന് കുറുകെ മരം വീണ് തീ പടർന്നു. കൊല്ലം പൊളയത്തോടാണ് സംഭവം. ഇലക്ട്രിക് ലൈനിൽ തട്ടി മരത്തിന് തീ പിടിച്ചു. പുനലൂർ പാസഞ്ചറിന് മുന്നിലാണ് മരം വീണത്. ഒഴിവായത് വൻ അപകടം. വഞ്ചനാട് എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെ പാളത്തിലേക്ക് മരമൊടിഞ്ഞു വീണു. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം കപ്പലണ്ടി മുക്കിനും പോളയത്തോട്ടിനുമിടയിൽ ഞായറാഴ്ച രാത്രി 7:15 അപകടമുണ്ടായത്. മരം വീണ് റെയിൽവേയുടെ വൈദ്യുത ലൈൻ പൊട്ടുകയും തീ പിടിക്കുകയും ചെയ്തു. അല്പനേരത്തേക്ക് തീ ആളിക്കത്തി. കപ്പലണ്ടി മുക്കിലും പോളയത്തോടുമുള്ള റെയിൽവേ ഗേറ്റിലുള്ളവർ ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെ വിവരമറിയിച്ച് ഇരുവശത്തുമുള്ള തീവണ്ടികൾ പിടിച്ചിട്ടു. വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. കൊല്ലം തിരുവനന്തപുരം പാതയിൽ 2.5 മണിക്കൂർ തീവണ്ടി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. രാത്രി 9:30 ശേഷം വടക്കു ഭാഗത്തേക്കുള്ള തീവണ്ടികൾ കടത്തിവിട്ടു തുടങ്ങി. തിങ്കളാഴ്ച പുലർച്ചെയോടെ മാത്രമേ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനാകൂ എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന.
വിവിധയിടങ്ങളിൽ പിടിച്ചിട്ടിരുന്ന തീവണ്ടികളെല്ലാം മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. പോളയത്തോട് ശ്മശാനത്തോട് ചേർന്ന് കൊല്ലം കോർപ്പറേഷന്റെ പുരയിടത്തിൽ നിന്ന വലിയ മഹാഗണിയാണ് തീവണ്ടി പാളത്തിലേക്ക് വീണത്. കൊല്ലം തിരുവനന്തപുരം പാതയിൽ ഇടതുവശത്തെ പാളത്തിനാണ് കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത്. ഇവിടെ വൈദ്യുത ലൈൻ പൂർണ്ണമായും തകർന്നു. വലതുവശത്തെ വൈദ്യുത ലൈൻ ഭാഗികമായും തകർന്നിട്ടുണ്ട്. 8 മണിയോടെ സ്ഥലത്തെത്തിയ റെയിൽവേ ജീവനക്കാരും തൊഴിലാളികളും തീവ്ര പരിശ്രമത്തിനൊടുവിലാണ് 9:30 മരം മുറിച്ചു നീക്കി വലതുവശത്തെ വൈദ്യുത ലൈൻ പ്രവർത്തനക്ഷമമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശക്തമായ മഴ, പള്ളിക്കിലാർ കര കവിഞ്ഞു, സമീപ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. ഇതോടെ തൊടിയൂർ പാലത്തിന് സമീപത്തെ ശൂരനാട് വടക്ക് പഞ്ചായത്തിലേക്ക് പോകുന്ന റോഡ് വെള്ളക്കെട്ടായി. കാൽനട യാത്രികർ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ്. പള്ളിക്കലാറ് കരകവിഞ്ഞതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത്. ഇതോടെ തൊടിയൂർ പാലത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്ന ശൂരനാട് വടക്ക് പഞ്ചായത്തിലേക്ക് പോകുന്ന റോഡിലും വെള്ളക്കെട്ടായി. ഇതുമൂലം കാൽനട യാത്രികരും ദുരിതത്തിലാണ്. മുട്ടറ്റം വെള്ളത്തിലാണ് കാൽനട യാത്രികർ ഉൾപ്പെടെ സഞ്ചരിക്കുന്നത്. വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. റോഡിൽ വെള്ളം നിറഞ്ഞതോടെ വാഹനങ്ങൾ പാതി വഴിയിൽ ഓഫാകുന്ന അവസ്ഥയാണുള്ളത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകാൻ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. എത്രയും വേഗം അധികാരികൾ ഇതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മഴയോടൊപ്പം വീശിയ കാറ്റിൽ വീട് ഭാഗികമായി തകർന്നു. കുണ്ടറ നാന്ത്രിക്കൽ കുന്നുവിള വീട്ടിൽ വിമലയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. വീടിന്റെ മേൽക്കൂര തകർന്നു. ഭിത്തികൾക്ക് വിള്ളലും സംഭവിച്ചു. കുണ്ടറ നാന്ത്രിക്കലിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും ശക്തമായ കാറ്റിലുമാണ് മരം കടപുഴകി വീടിന് മുകളിൽ വീണത്. വീട് ഭാഗികമായി തകർന്നു. നാന്ത്രിക്കൽ കുന്നുവിള വീട്ടിൽ വിമലയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. രാത്രി 10 മണിയോടെ പ്രദേശത്ത് വീശിയ ശക്തമായ കാറ്റിൽ വീടിനോട് ചേർന്ന് നിന്ന മരം കടപുഴകി വീടിന്റെ മേൽക്കൂരയിലേക്ക് പതിക്കുകയായിരുന്നു. മേൽക്കൂര ഭാഗികമായി തകർന്നു. വീടിന്റെ ഭിത്തികളിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. രാത്രി വൈകി സമീപവാസികൾ ചേർന്ന് മരം മുറിച്ചു നീക്കി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാടുമൂടിയും മാലിന്യം നിറഞ്ഞും ഒരു റോഡ്. അധികൃതർ അനങ്ങാപ്പാറ നയം ഉപേക്ഷിക്കണമെന്ന് പ്രദേശവാസികൾ. പോരുവഴി അമ്പിയിൽമുക്ക് ജംഗ്ഷന് സമീപമാണ് കനാൽ റോഡ് മാലിന്യം നിറഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുന്നത്. പോരുവഴി അമ്പിയിൽമുക്ക് ജംഗ്ഷന് സമീപമാണ് കനാൽ റോഡ് മാലിന്യം നിറഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുന്നത്. കാട് മൂടിയത് കാരണം യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ശാസ്താംകോട്ട പഞ്ചായത്തിൻ്റെയും പോരുവഴി പഞ്ചായത്തിൻ്റെയും പറണിക്കാവ് ചക്കുവള്ളിക്കുള്ള ശൂരനാട് പഞ്ചായത്തും ഇതിനകത്ത് ഉൾപ്പെടുന്ന ചക്കുവള്ളി തൊട്ട് പറണിക്കാവ് വരെ പോകുന്ന പ്രധാനപ്പെട്ട കനാൽ റോഡാണ്. KIP കനാൽ റോഡ്. സിനിമാ പറമ്പിൽ ചെന്നിറങ്ങി വേണമെങ്കിൽ ചക്കുവള്ളി പറണിക്കാവ് ടച്ച് ചെയ്യാതെ കടപുഴയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. 25-30 വർഷം വീതം MPയും MLAയുമായി ഇരിക്കുന്ന ആൾക്കാർ പോലും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. MLA ഒരു പ്രാവശ്യം ഇതുവഴി യാത്ര ചെയ്തതുമാണ്. ഇവിടെ കിടക്കുന്നുണ്ടോ ഹോസ്പിറ്റൽ വേസ്റ്റ്, ആശുപത്രി മാലിന്യം, വീടുകൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവയാണ് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാതയിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യവുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വർക്ക്ഷോപ്പിലെ വേസ്റ്റ് ഈ 2 സൈഡും നിറച്ച് മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ കാട് മൂടിയ അവസ്ഥയിലാണ്. ഇത് കാണുന്നവർക്ക് തന്നെ അറിയാം റോഡാണോ തോടാണോ എന്താന്ന്. ഇതുവരയ്ക്കും MLA ആകട്ടെ MP ആകട്ടെ ഇവരാരും ഇതിനകത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ 3 4 വാർഡുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അവർ പോലും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ? MLA ഒരു പ്രാവശ്യം കണ്ട് MLAക്ക് ഞങ്ങൾ പോയി കൂട്ടത്തോടെ പോയി നിവേദനം വരെ കൊടുത്തതാണ്. എന്നിട്ട് പോലും ഇതിന് ഫണ്ടില്ല. അവർ ബാക്കിയുള്ള എവിടെയെങ്കിലും ഒരു ലൈറ്റ് കുത്തുന്നതിന് പരസ്യം കൊടുക്കാൻ വേണ്ടിയും അല്ലാതുള്ള കാര്യങ്ങളാണ്. MP ആണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ല. എവിടെയെങ്കിലും ഒരു ലൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതിലുപരി MLA ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ എവിടെയെങ്കിലും 10 പേര് കൂടുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ റോഡ് ഇതിൻ്റെ അവസ്ഥ എന്ന് മാറും. KIP എടുത്ത് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് വിവിധ ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. ലണ്ടനിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത സംഭവം. പ്രധാന പ്രതി പിടിയിൽ. കോതമംഗലം സ്വദേശി ബേബി വർക്കിയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി.
മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ ആനയടി സ്റ്റേഷനിൽ യെല്ലോ അലർട്ട്. കൊല്ലം മേയർ ഹണി ബെഞ്ചമിനെതിരെ വധഭീഷണി മുഴക്കിയ സംഭവം. ഒരാൾ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ്. ആലപ്പാട് സ്രായിക്കാടിന് സമീപം ആശങ്ക പരത്തി ബാരൽ അടിച്ചു. കടലിൽ കത്തിയ കപ്പലിന്റേതെന്ന് സംശയം. ബാരൽ കൊല്ലം തുറമുഖത്തേക്ക് മാറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.